ഇന്ന് നമുക്ക് ധനുഷും നിത്യാമേനനുമൊക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഇഡ്ലിക്കട എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനായിട്ടുള്ള മുരുകന്റെ അച്ഛനാണെങ്കിൽ ഇഡലിക്കട നടത്തുകയാണ്. എന്നാൽ മുരുകനാണെങ്കിലോ അതിനൊന്നും ഒട്ടും താല്പര്യമേയില്ല. എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ച് വിദേശത്തേക്ക് പോകുക, അത് തന്നെയാണ് അവന്റെ ആഗ്രഹവും. പക്ഷെ അച്ഛനാണെങ്കിലോ അവൻ കൂടെ നിൽക്കണമെന്നും. എന്നാൽ അതൊന്നും കേൾക്കാതെ നായകനാണെങ്കിൽ വിദേശത്തേക്ക് പോയി അവിടെ വെച്ച് വലിയൊരു കമ്പനി മുതലാളിയുടെ മകളുമായിട്ട് വിവാഹവും ഉറപ്പിക്കും. പക്ഷേ ആ സമയത്തായിരുന്നു നായകന്റെ അച്ഛൻ മരണപ്പെട്ടു പോകുന്നതും. നാട്ടിലേക്ക് വന്ന നായകനായ മുരുകനാണെങ്കിൽ പിന്നീട് തിരികെ പോയിട്ടേയില്ല. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ മധുരയിലെ അതിമനോഹരമായ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഇഡലിക്കട നടത്തുന്ന ശിവനേശൻ എന്നൊരാൾ. ശിവനേശന്റെ ഇഡലിക്കട ആ ഗ്രാമത്തിൽ വളരെ ഫേമസ് ആണ്. 6 മണിക്ക് തന്നെ കട ആരംഭിക്കും. 3 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകുന്നത് പോലെയാണ് ശിവനേശൻ തന്റെ കടയിലേക്ക് പോകുന്നതും. ആ കടയിൽ ഇത്രയും ആളുകൾ വരാൻ കാരണം തന്നെ ശിവനേശൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തന്റെ ഇഡലികളാണ്. എങ്ങനെയെന്നാൽ കൈകൊണ്ടാണ് അരയ്ക്കുന്നതും. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ശിവനേശൻ തന്നെയാണ് തയ്യാറാക്കുന്നത് പോലും. അതിന് യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാറേയില്ല. വർഷങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശിവനേശന്റെ മകനാണ് മുരുകൻ. സ്കൂളൊക്കെ കഴിഞ്ഞ് നേരെ മുരുകൻ വരുന്നത് ശിവനേശന്റെ കടയിലേക്കാണ്. ഗാന്ധിയുടെ അഹിംസയാണ് ശിവനേശൻ ഫോളോ ചെയ്യുന്നത്. ശിവനേശൻ തന്റെ മകനെയും ഗാന്ധിയുടെ അഹിംസയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാണ് വളർത്തുന്നതും. ശിവനേശന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ, താൻ പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു കട നശിച്ചു പോകരുത്. തന്റെ മകൻ അത് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹവും. ആ ഒരു കാര്യം മുരുകന്റെ മനസ്സിലുമുണ്ട്. മുരുകനും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപാട് താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തന്റെ അച്ഛന്റെ കട അത് വലുതാക്കണം, അതൊരു ബിസിനസ് പരമായിട്ടൊക്കെയാണ് മുരുകൻ ചിന്തിക്കുന്നതും. എന്നാൽ ശിവനേശന് അതിനൊട്ടും താല്പര്യമേ ഇല്ല. വലിയ വലിയ ബിസിനസ്സുകാരെ പോലെയൊക്കെ അച്ഛനെ വളർത്തണം. എന്നാൽ ശിവനേശൻ പറയുന്നതോ, താൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഫുഡിന്റെ ടേസ്റ്റ് പലരും ഉണ്ടാക്കിയാൽ കിട്ടുമോ? തനിക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട്, അതൊരിക്കലും മറ്റുള്ളവർ ഉണ്ടാക്കിയാൽ കിട്ടില്ല എന്നതായിരുന്നു ശിവനേശൻ പറയുന്നതും. പക്ഷേ മുരുകനാണെങ്കിലോ, എങ്ങനെയെങ്കിലും ഈ ഒരു ബിസിനസ് വിപുലീകരിച്ചിട്ട് ഒരുപാട് കാശുണ്ടാക്കുക, നല്ല വീട് വെക്കുക, വണ്ടി വാങ്ങുക, അങ്ങനെ ലക്ഷറി ലെവലിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ശിവനേശന് നല്ല സമാധാനം വേണം, നല്ല ജീവിതം വേണം, സന്തോഷമായിട്ട് തന്റെ ഈ ജോലി അങ്ങനെ അങ്ങ് ചെയ്തു പോവുക. സാധാരണ ഒരു ലൈഫാണ് ശിവനേശൻ ആഗ്രഹിച്ചതും. ഈ ഒരു കാരണത്തെ ചൊല്ലി അച്ഛനും മകനും തമ്മിൽ ദിവസവും പ്രശ്നമായിരുന്നു. അച്ഛന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ ജീവിതം രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ച മുരുകനാണെങ്കിൽ നേരെ മെഡ്രാസിലേക്ക് പോവുകയാണ് ചെയ്തത്. മെഡ്രാസിലോട്ട് പോകുന്ന മുരുകനോട് ശിവനേശൻ പ്രത്യേകം പറയുന്നുണ്ട്, ഒരിക്കലും നീ ഒരു ഇഡലിക്കട വിട്ടുകളയരുതെന്ന്. അങ്ങനെ മുരുകനാണെങ്കിൽ മെഡ്രാസിലേക്ക് പോകും. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്, മുരുകൻ ഇപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണ്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽ അത് നടത്തുന്നതോ വിഷ്ണുവർദ്ധൻ എന്നൊരാളും. അയാളുടെ ഹോട്ടലില് മെയിൻ ഷെഫാണ് ഇപ്പോൾ മുരുകൻ. മുരുകൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഹോട്ടൽ ഇപ്പോൾ നല്ല പച്ച പിടിച്ചു പോകുന്നത്. എന്നു മുതൽ മുരുകൻ അവിടുത്തെ മെയിൻ ഷെഫായി വന്നോ അന്നു മുതൽ ആ ഒരു ഹോട്ടലിൽ നല്ല ലാഭമുണ്ടാകുവാനായും തുടങ്ങി. ഇത്രയ്ക്ക് ഫേമസ് ആകുവാനായിട്ടുള്ള കാരണം തന്നെ മുരുകനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുവർദ്ധന്റെ മകളായ മീരയ്ക്ക് മുരുകനോട് പ്രണയമുണ്ടാകുന്നു. അവരുടെ രണ്ടുപേരുടെയും വിവാഹം ദേ ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം നടക്കുവാനായും പോവുകയാണ്. മുരുകനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടാനാകുമെന്ന് വിഷ്ണുവർദ്ധൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തന്റെ മകളായ മീരയുടെ പ്രണയം വിഷ്ണുവർദ്ധൻ അക്സെപ്റ്റ് ചെയ്തതും. വിഷ്ണുവർദ്ധന്റെ മകനായിട്ടുള്ള അശ്വിന് മീരയും മുരുകനും തമ്മിലുള്ള വിവാഹത്തിന് താല്പര്യമേ ഇല്ല. അതിന് കാരണം മുരുകനെ അവന് ഇഷ്ടമല്ല, അതാണ്. എന്തെന്നാൽ ഈ വിഷ്ണുവർദ്ധനാണെങ്കിൽ എപ്പോഴും മുരുകനെ പൊക്കി പൊക്കിയാണ് സംസാരിക്കുന്നതും. അശ്വിനാണെങ്കിലോ ബിസിനസിന്റെ പരിസരത്തേ വരില്ല. അവൻ അച്ഛന്റെ പൈസയാണെങ്കിൽ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. ചൂതാട്ടം, അതിലൊക്കെയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പോലീസ് കേസാണുള്ളതും. നീ ചെയ്യേണ്ട കാര്യങ്ങളാ മുരുകൻ ചെയ്യുന്നത്, അവൻ കാരണമാ എന്റെ ബിസിനസ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വിഷ്ണുവർദ്ധനാണെങ്കിലോ അശ്വിനെയും മുരുകനെയും കമ്പയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മുരുകനോട് അശ്വിന് ഇത്രയും ദേഷ്യം. മാത്രമല്ല, തന്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ, ഗ്യാംബ്ലിംഗിൽ നിനക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ലീഗലായിട്ടുള്ള രാജ്യത്ത് പോയി ചെയ്യുവാനായിട്ടാണ് മകനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അശ്വിൻ എപ്പോഴും മുരുകനെ ടോർച്ചർ ചെയ്യാറുണ്ട്. പക്ഷെ മുരുകനാണെങ്കിലോ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാറാണ് പതിവ്.
അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള അഹിംസയുടെ വഴിയാണ് മുരുകൻ ഫോളോ ചെയ്യുന്നതും. മുരുകന്റെ ഈ ഒരു സ്വഭാവമാണ് മീരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും. കാരണം മുരുകനാണെങ്കിലോ ഇപ്പോഴേ അവരുടെ കൺട്രോളില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും തന്റെ കൺട്രോളിൽ തന്നെ കിടന്നോളും എന്നാണ് മീര കരുതുന്നതും. എന്നാൽ ഇത്രയും വലിയ പണക്കാരിയെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നെങ്കിലും മുരുകന് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അവന്റെ ഏറ്റവും വലിയ സങ്കടം അവന്റെ അച്ഛനെയും അമ്മയും ആലോചിച്ചാണ്. അച്ഛന്റെ ചിന്ത എന്തെന്നാൽ തന്റെ മകൻ ഈ ഒരു ഇഡലിക്കട നോക്കി നടത്തുമെന്നാണ്. പക്ഷേ മുരുകനാണെങ്കിലോ ഇപ്പോൾ ദേ പണക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ബാങ്കോക്കിൽ തന്നെ സെറ്റിൽ ആകുവാനായും പോകുന്നു. അച്ഛനെയും അമ്മയും കല്യാണത്തിന് പോലും കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എന്ന ടെൻഷനായിരുന്നു മുരുകന്. നാട്ടിൽ വെച്ചല്ല കല്യാണം, ബാങ്കോക്കിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയും ഓർത്താണ് അവൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും. അച്ഛനും അമ്മയും അവനുമായിട്ട് ഇപ്പോൾ പഴയതുപോലെ വലിയ ബോണ്ടിംഗ് ഒന്നുമില്ല. അതും അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. വിഷ്ണുവർദ്ധൻ തന്റെ മരുമകനെ എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് VIPസും എത്തുന്നുണ്ട്. അതേസമയം തന്നെ പാർട്ടിയിൽ വെച്ച് മുരുകനൊരു കോൾ വരും. അതവന്റെ അമ്മയുടേതായിരുന്നു. കല്യാണത്തിന് വരുവാൻ വേണ്ടിയിട്ട് അവരൊക്കെ പറഞ്ഞു വിളിക്കുകയാണെന്നാണ് മുരുകൻ കരുതിയത്. ഫോൺ എടുക്കുന്ന സമയത്തോ അമ്മ പറഞ്ഞത്, അച്ഛൻ മരിച്ചു പോയടാ, നീ അച്ഛന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ വന്ന് ചെയ്തിട്ട് പോയെന്നാണ് അമ്മ പറഞ്ഞതും. അത് കേട്ടതും മുരുകന് സഹിക്കാനായില്ല. ആ ഒരു വിവരം അറിഞ്ഞതും വിഷ്ണുവർദ്ധനും ആകെ ടെൻഷനായി. വിഷ്ണുവർദ്ധന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തെന്നാൽ 2 ആഴ്ചയല്ലേ ഉള്ളൂ ഇനി കല്യാണത്തിന്. കല്യാണം മുടങ്ങി പോകുമോ എന്നതാണ് ടെൻഷൻ. അല്ലാതെ മുരുകന്റെ അച്ഛൻ മരിച്ചതിലല്ല. നാട്ടിലേക്ക് പോകുവാനായി ഒരുങ്ങുന്ന മുരുകനോട് പ്രത്യേകം വിഷ്ണുവർദ്ധൻ പറയുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ, ഒരുപാട് VIPs ഒക്കെ വരുന്നതാ, ഞാൻ എല്ലാവർക്കും ഇൻവിറ്റേഷനും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കല്യാണം മാറ്റിവെക്കാനൊന്നും പറ്റില്ല. നാട്ടിലേക്ക് പോയിട്ട് വേഗം തിരികെ വരണമെന്ന് പ്രത്യേകം പറഞ്ഞാണ് വിഷ്ണുവർദ്ധൻ മുരുകനെ നാട്ടിലേക്ക് അയക്കുവാനായി ഒരുങ്ങുന്നതും. എന്നാൽ മീരയ്ക്കും വല്ലാത്ത ടെൻഷൻ. നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് മീരയാണെങ്കിലോ തന്റെ ഒരു അസിസ്റ്റന്റിനെയും മുരുകനൊപ്പം പറഞ്ഞു വിടുകയാണ്. അവരുടെ എല്ലാവരുടെയും ടെൻഷൻ എന്തെന്നാൽ കല്യാണം ഇനി താമസിച്ചു പോകുമോ, നടത്താൻ കഴിയില്ലയോ എന്നൊക്കെയാണ്. അല്ലാതെ മുരുകന്റെ മാനസികാവസ്ഥയൊന്നും അവർ ചിന്തിക്കുന്നതേയില്ല. അങ്ങനെ മുരുകൻ നാട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ഒരുപാട് പേർ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും മുരുകന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതും. മുരുകൻ അവിടെ എത്തി പൊട്ടിക്കരയുമെന്ന് കരുതിയാൽ ഇല്ല. അവന്റെ അച്ഛൻ മരിച്ചുവെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് മുരുകൻ. അതേസമയം തന്നെ മീര തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് മുരുകനെ കുറിച്ച് തിരക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ കല്യാണമാ, അതുകൊണ്ട് മൊട്ടയടിക്കാതെ പ്രത്യേകം നോക്കണേ എന്ന് മീര തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നു. മുരുകൻ കരയുന്നില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു പെൺകുട്ടി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അവളുടെ പേരാണ് കയൽ. ഈ കയൽ ആരെന്നാൽ മുരുകന്റെ സ്കൂൾ ഫ്രണ്ടാണ്. സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ സമയത്തൊന്നും മുരുകനെ അവൾ കണ്ടിട്ടേയില്ല. അവനാണെങ്കിൽ വിദേശത്തേക്ക് പോയല്ലോ. അതിനുശേഷം കയലാണെങ്കിൽ ഇപ്പോഴാണ് മുരുകനെ കാണുന്നതും. അവളുടെ അച്ഛൻ മരിച്ചാൽ എങ്ങനെയായിരിക്കുമോ അവളുടെ അവസ്ഥ, അതുപോലെ തന്നെയാണ് ശിവനേശൻ മരിച്ചപ്പോഴും കയലിന്റെ അവസ്ഥ. മാത്രവുമല്ല, ശിവനേശന്റെ ഡെഡ് ബോഡി മറവ് ചെയ്തതിനു ശേഷവും മുരുകന്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കയലായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി കഴിക്കാൻ ഫുഡൊക്കെ അവളാണ് റെഡിയാക്കി വെക്കുന്നതും. പോകാൻ ഇറങ്ങുന്ന സമയത്തും മുരുകനോട് അമ്മയുടെ കാര്യം നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നതും. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടന്ന മുരുകന്റെ അമ്മയാണെങ്കിലോ വെളുപ്പിന് 3 മണിയായപ്പോൾ മുരുകനെ വിളിച്ചുണർത്തും. വാ, നമുക്ക് കടയിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ മുരുകനെയും കൂട്ടി നേരെ കടയിലേക്ക് ചെല്ലുന്നു. ആ കടയിൽ എത്തുന്ന സമയത്ത് മുരുകന്റെ തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരും. അതുപോലെ തന്നെ അമ്മയ്ക്കും തന്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. ആ ഒരു ഇഡലിക്കട ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്നും ഇഡലിക്കട ഫേമസ് ആയതോടുകൂടി അവരുടെ ജീവിതം എത്രമാത്രം മാറിയെന്നും അവരെത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ജീവിച്ചതെന്നുമൊക്കെ അമ്മ അവിടെ നിന്ന് ചിന്തിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അമ്മ വീട്ടിലേക്ക് എത്തുന്നതും. ഉറങ്ങുവാനായി കിടന്ന അമ്മ അടുത്ത ദിവസം ഉറക്കം എഴുന്നേറ്റില്ല. തന്റെ ഭർത്താവിനൊപ്പം അമ്മയും മരണപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം മുരുകന് താങ്ങാനായില്ല. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു. ഈ ഒരു കാര്യം വിഷ്ണുവർദ്ധനൊക്കെ അറിയുകയാണ്. അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്തെന്നാൽ 2 ആഴ്ച കഴിഞ്ഞാൽ കല്യാണം നടത്താൻ കഴിയുമോ, VIPസിനൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ടെൻഷനും. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഉടനെ തന്നെ മുരുകനെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. മീര എത്രത്തോളം ആശ്വസിപ്പിക്കുമെങ്കിലും നേരെ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു, ഇനി അവൻ അവിടെ നിൽക്കാതെ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടാണ് തന്റെ അസിസ്റ്റന്റിനോട് മീര പറയുന്നതും. എന്നാൽ മുരുകനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. വീടും ദേ കിടക്കുന്നു, കടയും ദേ കിടക്കുന്നു. ഇത് രണ്ടും എന്തെങ്കിലും ഒരു ലെവലിലാക്കിയിട്ട് താൻ വരാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് മുരുകൻ. പക്ഷേ അതെല്ലാം കേട്ട് മീരയ്ക്ക് വല്ലാതെ ടെൻഷനാവുകയാണ് ചെയ്യുന്നതും.
എന്നാൽ ശിവനേശന്റെ കടയുടെ ഓപ്പോസിറ്റ് മാരി എന്നൊരാളാണെങ്കിൽ ഒരു പൊറോട്ട കട നടത്തുന്നുണ്ട്. അയാൾക്കാണെങ്കിലോ ശിവനേശന്റെ കടയെ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയത് നോക്കി നടത്താൻ ആരാ ഉള്ളത്, ഞാൻ ആ കട വാങ്ങിക്കൊള്ളാമെന്നും മാരി പറയും. താൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ കട നശിച്ചു പോകുമോ എന്ന ചിന്ത കാരണം മുരുകനാണെങ്കിലോ ആ ഒരു കട മാരിക്ക് കൊടുക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ മാരി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിക്കൊണ്ട് വന്ന സമയം ഒപ്പിടുവാനായി തുടങ്ങുന്ന മുരുകന്റെ മനസ്സ് സമ്മതിച്ചില്ല. കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒപ്പിടുന്നത് പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് താൻ ഈ കട വിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം മാരിയോട് തുറന്നു പറയും. തന്റെ കയ്യിൽ വന്ന ആ ഒരു കട നഷ്ടമാകുന്നതിന്റെ ദേഷ്യമായിരുന്നു മാരിക്ക്. പക്ഷെ അതൊന്നും മുരുകൻ മൈൻഡ് ചെയ്യുന്നതേയില്ല. അതേസമയമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മീര വിളിക്കുന്നതും. മീരയുടെ ടെൻഷൻ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം, അത് തന്നെയാണ്. എന്നാൽ മുരുകൻ പറയുന്നത് എന്തായാലും ഒരു 6-7 മാസം കഴിയട്ടെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിലാക്കിയിട്ട് വരാമെന്ന് പറയും. അത് കേട്ട മീര പറയുന്നത്, ആ മാരിയ കട വാങ്ങാമെന്ന് പറഞ്ഞതല്ലേ, നിനക്കത് കൊടുത്തിട്ട് വന്നൂടെ എന്നാണ്. അത് കേട്ടതും എങ്ങനെയെങ്കിലും കട വിറ്റിട്ട് മുരുകനെ അവിടേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ട് മീരയാണ് മാരിയെ ഏർപ്പാടാക്കിയത് എന്നുള്ള കാര്യം മുരുകന് മനസ്സിലായി. അതോടുകൂടി മുരുകന് ദേഷ്യം വരും. മുരുകനാണെങ്കിലോ നീയാണോ ഇതെല്ലാം റെഡിയാക്കിയതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ആ ഒരു അഴുക്ക് കട ഇങ്ങനെ നോക്കി നടത്തുന്നത് എന്ന് പറഞ്ഞ് കടയെ കുറ്റപ്പെടുത്തുന്നു. മുരുകനത് ഇഷ്ടമായില്ല. കടയെ കുറ്റപ്പെടുത്തിയത് അവനൊട്ടും സഹിക്കാനായില്ല. അതെല്ലാം കേട്ട് ദേഷ്യം വന്ന മുരുകനാണെങ്കിലോ കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കും. മീര ഒരുപാട് കെഞ്ചുന്നു. പക്ഷേ അവന് വല്ലാത്ത ദേഷ്യമായിരുന്നു അപ്പോഴെല്ലാം. ഇതെല്ലാം കാണുന്ന അശ്വിൻ ആണെങ്കിലോ നീ എന്തിനാ അവനോടൊക്കെ കെഞ്ചുന്നത് എന്നാണ് ചോദിക്കുന്നതും. അശ്വിൻ ഫോൺ വാങ്ങി സംസാരിക്കുന്ന സമയത്തും അതൊന്നും മൈൻഡ് ചെയ്യാൻ കൂട്ടാകാതെ മുരുകൻ മുഖം തിരിച്ചു കളയുകയാണ് ചെയ്തതും. എന്നാൽ ഉടനെ തന്നെ വിഷ്ണുവർദ്ധൻ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ, നീ ഉടനെ തിരികെ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നായിരുന്നു മുരുകന്റെ മറുപടിയും. അതോടുകൂടി മീരയും മുരുകനും തമ്മിലുള്ള കല്യാണം അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന കയലിന് ഒരുപാട് സന്തോഷമാകും. കാരണം കയലിന്റെ മനസ്സിലും മുരുകനോട് ചെറിയ ഇഷ്ടമൊക്കെയുണ്ട്. മീരയുടെയും മുരുകന്റെയും കല്യാണം സ്റ്റോപ്പ് ചെയ്തത് ന്യൂസിലൊക്കെ വരികയാണ്. അതും വലിയ ഹെഡ്ലൈൻ ആയിട്ടാണ് വരുന്നതും. അതോടുകൂടി വിഷ്ണുവർദ്ധന്റെ ഫാമിലിക്ക് വല്ലാത്ത നാണക്കേടാകും. അവർക്ക് അതിന്റെ ദേഷ്യം മുരുകനോടുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് മുരുകനാണെങ്കിൽ അസിസ്റ്റന്റിനോട് തിരികെ കയറി പോകുവാനായി പറയും. എന്നാൽ അസിസ്റ്റന്റ് ആണെങ്കിലോ അതിന് തയ്യാറാകുന്നില്ല. ഒരുപാട് വർഷങ്ങളായി അസിസ്റ്റന്റ് നാട്ടിലേക്ക് വന്നിട്ട് അയാളുടെ കുടുംബം പോലും തന്നെ മറന്നു പോകും എന്ന പേടിയായിരുന്നു അസിസ്റ്റന്റിന്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാതെ മുരുകനൊപ്പം നിൽക്കുവാനായിട്ടും അസിസ്റ്റന്റ് തീരുമാനിക്കുന്നു. അങ്ങനെ മുരുകനാണെങ്കിലോ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നേരെ അച്ഛനെ പോലെ തന്നെ കടയിലേക്ക് എത്തും. കടയൊക്കെ വൃത്തിയാക്കി അച്ഛനാണെങ്കിൽ കല്ലിലല്ലേ അരിയാട്ടുന്നത്, അതുപോലെ തന്നെ കല്ലിൽ അരിയാട്ടുവാനായും തുടങ്ങും. പഴക്കമില്ലാത്തത് കൊണ്ട് തന്നെ മുരുകന്റെ ദേഹമൊക്കെ വല്ലാതെ വേദനിക്കുവാനായും തുടങ്ങി. മുരുകൻ കഷ്ടപ്പെടുന്നത് കണ്ട് കയ്യിലും കൂടെ ചേരുകയാണ്. ഞാൻ അരച്ചോളാമെന്നും കയ്യിലും പറയും. അവൾക്കും വലിയ പിടിയൊന്നുമില്ല, എങ്കിലും അവൾ സഹായിക്കുവാനായും തീരുമാനിക്കുന്നു. ശിവനേശൻ ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ 6 മണിക്ക് മുരുകൻ കട ഓപ്പൺ ചെയ്തു. ശിവനേശനോടുള്ള സ്നേഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണെങ്കിൽ കടയിലേക്ക് വരും. പക്ഷേ മുരുകൻ വിളമ്പുന്ന ഇഡലിയൊന്നും ആർക്കും ഇഷ്ടമാകുന്നതേയില്ല. ശിവനേശൻ ഉണ്ടാക്കുന്നത് പോലെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് എല്ലാവരും ഇറങ്ങിപ്പോകുവാനായും തുടങ്ങി. എന്നാൽ അതിലൊരാൾ പറയുന്നുണ്ട്, അച്ഛന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്യുന്നെങ്കിൽ അച്ഛന്റെ പേര് നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. അതോടുകൂടി മുരുകന്റെ ഫുൾ കോൺഫിഡൻസും പോയി. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലിരിക്കുകയായിരുന്നു അവൻ. മാത്രവുമല്ല ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് അവനാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. താൻ ഇനി എന്ത് ചെയ്യും, അച്ഛൻ ചെയ്യുന്നത് പോലെയൊന്നും തനിക്ക് ചെയ്യാനാകുന്നില്ലല്ലോ എന്ന ടെൻഷനായിരുന്നു അവന്. അന്നേ ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന മുരുകൻ ശിവനേശനെ സ്വപ്നം കാണും. അച്ഛൻ അവനെ തട്ടി വിളിക്കുന്നതായിട്ടാണ് അവൻ സ്വപ്നം കാണുന്നതും. പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടി ഉണരും. അവനെ തട്ടി വിളിച്ചത് ഒരു പശുക്കുട്ടിയായിരുന്നു. പക്ഷേ അതവന്റെ അച്ഛനാണെന്ന് തന്നെ അവൻ കരുതും. പെട്ടെന്ന് തന്നെ മുരുകന് ഒരു എനർജി വരുന്നു. അച്ഛനെ പോലെ തന്നെ അവൻ 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അച്ഛൻ തൊടുന്നത് പോലെ തന്നെ ഭസ്മമൊക്കെ തൊട്ട് അത്രയും നാൾ പാന്റും ഷർട്ടും ധരിച്ചിരുന്ന മുരുകനാണെങ്കിലോ അച്ഛനെ പോലെ തന്നെ വെള്ള ഷർട്ടും വെള്ള മുണ്ടുമൊക്കെ ധരിച്ച് നേരെ കടയിലേക്ക് എത്തുന്നു. അവൻ അച്ഛൻ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി. അവന് പെട്ടെന്ന് തന്നെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി. അവൻ ഇഡലി ഉണ്ടാക്കുവാനായും തുടങ്ങി. പതിവ് പോലെ തന്നെ 6 മണിക്ക് കട തുറന്നു. എല്ലാ ദിവസവും ആദ്യം ഇഡലി കഴിക്കുവാനായി എത്തുന്നത് ശിവനേശന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. പതിവ് പോലെ തന്നെ ആ ആൾ ഇഡലി കഴിക്കുവാനായി എത്തും. അങ്ങനെ കയലും മുരുകനും ചേർന്ന് ഇഡലി വിളമ്പും. ഇഡലി കഴിച്ചതും അയാളാണെങ്കിലോ മുരുകനെ നോക്കിയിട്ട് ശിവനേശ എന്ന് വിളിക്കുന്നു. ശിവനേശൻ എങ്ങനെയാണോ ഇഡലി ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ദേ ഇപ്പോൾ മുരുകൻ ഉണ്ടാക്കിയ ഇഡലിക്കും. അത് കേട്ടതും മുരുകനും കയലിനും ഒരുപാട് സന്തോഷമായി. അവർ വിജയിച്ചു എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാവുകയാണ്. എന്നാൽ അത് അധികം നേരം പോയില്ല.
അവരുടെ കടയിലെ മുന്നിലേക്ക് കുറെ കാർ വന്ന് നിൽക്കുകയാണ്. മുരുകൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അശ്വിനെയായിരുന്നു. ഈ ഒരു കടയ്ക്ക് വേണ്ടിയിട്ടാണോടാ നീ ഇത്രയും വലിയ കല്യാണമൊക്കെ ഉപേക്ഷിച്ച് വന്നതെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അശ്വിനാണെങ്കിൽ മുരുകനെ തല്ലും. മുരുകനാണെങ്കിൽ ആദ്യമൊക്കെ നിന്നുകൊള്ളും. അശ്വിനാണെങ്കിലോ ശിവനേശ്വരൻ എന്നെഴുതിയ കടയുടെ ബോർഡ് വായിക്കുകയാണ്. മുരുകൻ എന്നു മുതൽ കട ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി അന്നു മുതൽ അച്ഛന്റെ പേരാണ് കടയ്ക്കിട്ടിരിക്കുന്നതും. എന്നാൽ അശ്വിനാണെങ്കിലോ ആ ഒരു ബോർഡ് തറയിലിട്ട് ചവിട്ടി മെതിക്കുകയാണ്. അത് കാണുന്ന മുരുകന് കൺട്രോൾ ചെയ്യാനാകാത്ത വിധം ദേഷ്യം വരും. അവൻ ഉടനെ തന്നെ അശ്വിനെ തല്ലും. അശ്വിന്റെ കൈയും കാലുമൊക്കെ അവൻ അടിച്ചൊടിക്കുകയാണ് ചെയ്തതും. മുരുകനാണെങ്കിലോ അവനെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഉടനെ തന്നെ അശ്വിന്റെ കൂട്ടാളികളാണെങ്കിൽ അശ്വിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അശ്വിന്റെ അവസ്ഥയറിഞ്ഞ് വിഷ്ണുവർദ്ധൻ നേരെ മധുരയിലേക്ക് എത്തും. തന്റെ മകനെ കാണുമ്പോൾ അവന് സീരിയസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കാലും കൈയുമൊക്കെ റെഡിയായി വരുവാൻ 1 മാസം എടുക്കും. ഇതുവരെയും അവന് ബോധം പോലും വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുവർദ്ധൻ മുരുകനെ കാണാൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മകൻ എഴുന്നേറ്റാൽ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവന്റെ കണ്ണിൽ കാണാത്ത സ്ഥലത്ത് പോകുവാനായിട്ടും വിഷ്ണുവർദ്ധൻ പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് മുരുകൻ കൂട്ടാക്കുന്നില്ല. എന്ത് വന്നാലും ഞാൻ തന്നെ അത് നേരിട്ടോളാമെന്നും മുരുകൻ പറയുന്നു. അങ്ങനെ പഴയതുപോലെ തന്നെ അച്ഛന്റെ ഇഡലിക്കട നോക്കി നടത്തുകയാണ് മുരുകൻ. ഇപ്പോൾ ശിവനേശന്റെ കൈപുണ്യവും അതേ രുചിയുമൊക്കെ മുരുകൻ ഉണ്ടാക്കുന്ന ആഹാരത്തിന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇഡലി കഴിക്കുവാനായിട്ട് പഴയതുപോലെ തന്നെ കടയിലേക്ക് എത്തും. മുരുകനാണെങ്കിലോ ഒരുപാട് സന്തോഷമാകുന്നു. അതിനിടയിൽ കൂടി കയലും മുരുകനും തമ്മിൽ പ്രണയത്തിലാകും. ഈ കയലാണെങ്കിലോ എപ്പോഴും മുരുകനൊപ്പമാണ് നടക്കുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞു തുടങ്ങി. മാത്രവുമല്ല, ഓപ്പോസിറ്റ് കട നടത്തുന്ന ആ ഒരു മാരിയില്ലേ, മാരിക്കാണെങ്കിൽ കയലിനോട് ചെറിയ ക്രഷ് ഉണ്ട്. എത്ര തന്നെ കയലിന്റെ പിറകെ നടന്നാലും അവളാണെങ്കിൽ മാരിയെ മൈൻഡ് ചെയ്യുന്നതേയില്ല. കയൽ മുരുകനെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നതും. മുരുകന്റെ കട ഫേമസ് ആയി വന്നതോടുകൂടി മാരിയുടെ കടയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞു. ആരും അവിടെ വരാതായി. അതുകൊണ്ട് തന്നെ മാരിക്ക് മുരുകനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് 1 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും എഴുന്നേൽക്കുകയാണ് അശ്വിൻ. അശ്വിനാണെങ്കിലോ മുരുകനെ എങ്ങനെയൊക്കെ തല്ലണമെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് മുരുകനെ കാണുവാനായിട്ട് റെഡിയാകുന്നതും. അതേസമയം ജോലിയെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടു കൂടി തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന മുരുകനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയാണ് അശ്വിനും കൂട്ടരും. എന്നിട്ട് അശ്വിനാണെങ്കിലോ മുരുകനെ ഒരുപാട് തല്ലും. എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തോ അതെല്ലാം ഇപ്പോൾ ദേ പ്രയോഗിക്കുകയാണ്. എന്നാൽ ഒരടി പോലും മുരുകൻ തിരിച്ചടിക്കുന്നതേയില്ല. മുരുകൻ ആദ്യം അശ്വിനെ തല്ലിയ സമയത്ത് തന്റെ അച്ഛൻ പഠിപ്പിച്ച ആ ഒരു അഹിംസയില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞതെല്ലാം ഓർമ്മ വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ അശ്വിനെ മുരുകൻ ഒന്നും ചെയ്യാത്തത്. നീ എന്താടാ തിരിച്ചു തല്ലാത്തതെന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ തല്ലി, നീ എന്നെ തിരിച്ചു തല്ലി, ഈ പ്രശ്നം അവിടെ തീരുമല്ലോ എന്നും മുരുകൻ പറയും. പക്ഷേ അതൊന്നും കേൾക്കുവാനായിട്ട് അശ്വിൻ കൂട്ടാക്കുന്നില്ല. അശ്വിൻ ആണെങ്കിലോ രക്തം വാർന്നു പോകും വിധം മുരുകനെ തല്ലിച്ചതയ്ക്കും. എന്നിട്ട് നാട്ടുകാരെല്ലാവരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുരുകനെ അവിടെ നിന്നും എടുത്ത് നേരെ ഫാം ഹൗസിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്തതും. ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞ് വിഷ്ണുവർദ്ധനാണെങ്കിലും മുരുകനെ കാണുവാനായും എത്തും. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിന്റെ പ്രതികാരമെല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അവൻ എന്നെ തിരിച്ചു തല്ലുന്നില്ല, നമ്മൾ 2 പേരും തല്ലി അതിലൊരാൾ ജയിക്കണമല്ലോ, ജയിക്കാനായിട്ടുള്ള അവസരം എനിക്ക് അവൻ തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ എന്റെ പ്രതികാരം തീരുവെന്നാണ് അശ്വിൻ പറയുന്നതും. അശ്വിൻ ആണെങ്കിലോ അടങ്ങാത്ത പക മുരുകനോടും. അതുകൊണ്ട് തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് മുരുകനെ വെടിവെക്കും. അതോടുകൂടി മുരുകന്റെ ബോധവും പോവുകയാണ്. എന്നിട്ട് ആരും അറിയാതെ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ബോഡി ഉപേക്ഷിക്കും. മുരുകനെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാമവാസികൾ അന്വേഷിക്കുവാനായും തുടങ്ങി. ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ഒരുപാട് ബ്ലഡ് കിടക്കുന്നത് അവർ കാണുന്നു. അതോടുകൂടി മുരുകന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, അയാൾ പറയുന്നുണ്ട് ഇത് അശ്വിന്റെ പണിയായിരിക്കുമെന്ന്. മാത്രമല്ല 2 പേരും തമ്മിൽ തല്ലി നടന്നതും ഗ്രാമവാസികൾ എല്ലാവരും കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിഷ്ണുവർദ്ധന്റെയൊക്കെ ഫാം ഹൗസിലേക്ക് ഗ്രാമവാസികൾ എല്ലാവരും എത്തും. മുരുകൻ എവിടെയെന്ന് ചോദിച്ചാണ് അവർ ബഹളം വയ്ക്കുന്നതും. ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ വിഷ്ണുവർദ്ധൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് കുറച്ചുകൂട്ടം ഗ്രാമവാസികൾ ചേർന്ന് മുരുകന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ഒരു സ്ഥലത്ത് കഴുകൻ കിടന്ന് പറക്കുന്നത് അവർ കാണുന്നു. ചെന്ന് നോക്കുമ്പോൾ അവിടെ മുരുകൻ ബോധമില്ലാതെ കിടക്കുകയാണ്. ഉടനെ തന്നെ മുരുകനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. എന്നാലും ഗ്രാമവാസികളുടെ പോരാട്ടം തീർന്നില്ല. വിഷ്ണുവർദ്ധന്റെ ഫാം ഹൗസിന് മുന്നിലെ എല്ലാവരും വല്ലാത്ത പ്രശ്നമായിരുന്നു. ഈയൊരു വിവരം ആ നാട്ടിലെ പോലീസ് ഓഫീസർ അറിയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥനിൽ നിന്നും വല്ലാത്ത പ്രഷർ വരുന്നു. ഒന്നാമത്തെ കാര്യം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന മുരുകൻ എന്തെങ്കിലും സംഭവിച്ചാൽ വിഷ്ണുവർദ്ധന്റെ ഫാമിലിയുടെ കാര്യത്തിൽ തീരുമാനമായി. മാത്രമല്ല വിഷ്ണുവർദ്ധനാണെങ്കിലോ പോലീസ് ഓഫീസറിനോട് എങ്ങനെയെങ്കിലും അവരെ സേഫ് ആയിട്ട് തിരികെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള പ്രഷറാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടേണ്ടി വരുന്നതും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മുരുകനാണെങ്കിൽ കണ്ണു തുറക്കുകയാണ്.
മുരുകന്റെ മൊഴിയെടുക്കുവാനായി എത്തുന്ന പോലീസുകാരോട് മുരുകൻ പറയുന്നതോ ആരാണ് തന്നെ ഷൂട്ട് ചെയ്തതെന്നറിയില്ല, ഇരുട്ടില തന്നെ ഷൂട്ട് ചെയ്തത് എന്നാണ് മുരുകൻ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ വിഷ്ണുവർദ്ധന്റെ ഫാം ഹൗസിന് മുന്നിൽ കൂടി നിൽക്കുന്ന ജനങ്ങളെയെല്ലാം പോലീസുകാർ അവിടെ നിന്നും പിരിച്ചുവിടുകയാണ് ചെയ്തതും. എന്നാൽ ഇതിനിടയിൽ വെച്ച് മുരുകനെ കിട്ടാൻ വേണ്ടിയിട്ട് മുരുകനോടൊപ്പം ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഒരു പണി ചെയ്യും. മീരയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളെ പൂട്ടിയിടുകയാണ്. മുരുകനെ കിട്ടിയാൽ മാത്രമേ അവളെ തുറന്നുവിടൂ എന്നായി. മുരുകൻ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തത് അവരല്ല എന്ന് മൊഴി കൊടുത്തതോടുകൂടി മീരയെ വെറുതെ വിടും. അസിസ്റ്റന്റിൽ നിന്നും മുരുകന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അശ്വിൻ ആണെന്ന് മനസ്സിലാക്കി മീര ഉടനെ തന്നെ തന്റെ അച്ഛനടുത്തെത്തിയിട്ട്, നമ്മൾ അത്രയ്ക്കും മോശപ്പെട്ട ആളാണോ, എന്തിനാ നമ്മൾ മുരുകനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നതും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വിഷ്ണുവർദ്ധൻ തന്റെ മകളോട് പറയുന്നു. പക്ഷേ അപ്പോഴും അശ്വിന് മുരുകനോട് വല്ലാത്ത ദേഷ്യമാണ്. അവൻ നമ്മളല്ല എന്ന് പോലീസിന് മൊഴി കൊടുത്തെങ്കിൽ അവൻ നമുക്ക് പിച്ച തരികയാണോ എന്നാണ് അശ്വിൻ പറയുന്നതും. അതെല്ലാം കേട്ടിട്ട് വിഷ്ണുവർദ്ധന് വല്ലാത്ത ദേഷ്യം വരുന്നു. അശ്വിൻ വീണ്ടും മുരുകനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ വിഷ്ണുവർദ്ധൻ പറയുന്നത്, അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവന്റെ അച്ഛൻ നടത്തിക്കൊണ്ടുവന്നിരുന്ന കട അതിനവൻ ജീവൻ കൊടുത്തു. അവൻ അവന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്. നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാമ്രാജ്യം തന്നെ പണിതു തന്നു. എന്നിട്ട് നിനക്ക് ആ ബിസിനസ് നോക്കണമെന്നോ അതിനോടൊന്നും നിനക്ക് ഒരു താല്പര്യവുമില്ലല്ലോ എന്ന് പറഞ്ഞ് മുരുകനുമായിട്ട് വീണ്ടും കമ്പയർ ചെയ്താണ് വിഷ്ണുവർദ്ധൻ സംസാരിക്കുന്നതും. മുരുകനെ ഹോസ്പിറ്റലിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നാട്ടിലുള്ള ജനങ്ങളെല്ലാം അവനെ ആരതി ഒഴിഞ്ഞാണ് സ്വീകരിക്കുന്നതും. അങ്ങനെ പതിയെ പതിയെ മുരുകൻ ജീവിതത്തിലേക്കും തിരികെ വന്നു. പഴയതുപോലെ തന്നെ അവൻ കടയിലേക്കും വരികയാണ്. അവനോട് എപ്പോഴും എന്തിനും കൂട്ടായി കയലുമുണ്ട്. അവന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുന്നത് കയലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള പലരും പല രീതിയിലാണ് കയലിനെയും മുരുകനെയും കുറിച്ച് സംസാരിക്കുന്നതും. ഈ കാര്യങ്ങളെല്ലാം ഒടുവിൽ കയലിന്റെ അമ്മയുടെ ചെവിയിലെത്തുകയാണ്. അമ്മയാണെങ്കിലും ഇനി മേലാൽ ആ കടയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് കയലിനെ തടയും. ആ ഒരു വിവരങ്ങൾ അറിഞ്ഞ മുരുകൻ പറയുന്നത് താൻ കയലിനെ കല്യാണം കഴിക്കാമെന്നായിരുന്നു. കയലിനും അത് ഒരുപാട് സന്തോഷമായി. അതോടുകൂടി എന്തോ ആയിക്കോട്ടെന്ന് കരുതി അമ്മ ആ ഒരു വിഷയം അവിടെ ക്ലോസ് ചെയ്യും. അങ്ങനെ കയലും മുരുകനും തമ്മിൽ പ്രണയത്തിലാകും. പിന്നീട് അവരുടെ റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ദിവസം മീരയാണെങ്കിലും മുരുകനെ കാണുവാനായും എത്തുകയാണ്. നിന്നെ ഷൂട്ട് ചെയ്തത് അശ്വിനാണോന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ആരെയും കണ്ടില്ല എന്നായിരുന്നു മുരുകൻ പറഞ്ഞത്. അപ്പോഴും അവരുടെ പേര് പറഞ്ഞു കൊടുക്കുവാനായിട്ട് മുരുകൻ തയ്യാറാകാത്തത് അശ്വിൻ അറിയും. അശ്വിന് അപ്പോഴും മുരുകനോട് വല്ലാത്ത ദേഷ്യം. അവൻ എന്തിനാ അങ്ങനെ പറയുന്നത്? നമുക്കവൻ പിച്ച തരികയാണോ? അവനെ കൊല്ലാതെ ഞാൻ വരില്ല എന്നാണ് അശ്വിൻ പറയുന്നത്. പക്ഷേ വിഷ്ണുവർദ്ധനാണെങ്കിലോ അവനെ തിരികെ കയറി പോകുവാനായിട്ട് ഒരുപാട് നിർബന്ധിക്കും. നീ ഞങ്ങൾക്കൊപ്പം തിരികെ വാ, ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വാ എന്ന് പറയുമ്പോഴും ഇല്ല, ഞാൻ അവനെ തകർക്കാതെ തിരികെ വരില്ല എന്ന് പറയും. അത് കേട്ട് വിഷ്ണുവർദ്ധൻ ചോദിക്കുന്നത്, ശരി, നീ തിരികെ വരുവാനായിട്ട് എന്ത് വേണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ട് അശ്വിൻ പറയുന്നത്, അവനെ തകർക്കുവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവൻ ജീവന് തുല്യം സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന ആ ഒരു കടയില്ലേ, ആ കട നശിപ്പിക്കണം. എന്നാൽ മാത്രം ഞാൻ തിരികെ വരാമെന്നും വിഷ്ണുവർദ്ധനോട് അശ്വിൻ പറയും. അങ്ങനെയെങ്കിൽ ശരി, എന്തെങ്കിലും ചെയ്ത് ഇവനെ ഇവിടെ നിന്നും അങ്ങ് കൊണ്ടുപോകണമെന്നായിരുന്നു വിഷ്ണുവർദ്ധന്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അവന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുവാനായിട്ടും വിഷ്ണുവർദ്ധൻ തീരുമാനിക്കും. വിഷ്ണുവർദ്ധൻ നേരെ വരുന്നത് ആ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. മുരുകന്റെ കട പൂട്ടണം, അതിന് സഹായിക്കണമെന്ന് പറഞ്ഞ് കുറേ കാശും കൊടുക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഐഡിയയും പറഞ്ഞു കൊടുക്കുകയാണ്. വിഷ്ണുവർദ്ധൻ പറയുന്നത്, കട ആരംഭിച്ചത് ഏകദേശം മുരുകന്റെ മുതുമുത്തശ്ശന്മാരുടെ കാലത്ത് നിന്നല്ലേ, അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ എന്തായാലും കടയ്ക്ക് ഡോക്യുമെന്റ്സ് ഒന്നും കാണില്ല, നമുക്ക് ആ വിധം ഒന്ന് നീങ്ങാം, എന്നിട്ട് കട ക്ലോസ് ചെയ്യിപ്പിച്ചാലോ എന്നും പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടാണ് കുറെ കാശ് കൊടുത്തതും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ വിധത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഒരു ദിവസം അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിഷ്ണുവർദ്ധൻ അടുത്തേക്ക് എത്തും. ആര് പറഞ്ഞു കടയ്ക്ക് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന്? ദേ നോക്കെന്ന് പറഞ്ഞ് കുറെ ഡോക്യുമെന്റ്സ് കാണിക്കുന്നു. അത് മുരുകന്റെ കടയുടെ ഡോക്യുമെന്റ്സ് ആയിരുന്നു. അതോടുകൂടി എല്ലാ പ്ലാനും പോയല്ലോ എന്ന വിഷമത്തിലായിരുന്നു വിഷ്ണുവർദ്ധൻ. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് ഓഫീസറിനോട് കോൺസ്റ്റബിൾ ചോദിക്കും, യഥാർത്ഥത്തിൽ ആ കടയുടെ ഡോക്യുമെന്റ്സ് തന്നെയാണോ അത്? അതിന് മറുപടിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, അല്ല, അയാൾ കുറെ കാശിനെ ഏൽപ്പിച്ചില്ലേ മുരുകന്റെ കട പൂട്ടുവാൻ വേണ്ടിയിട്ട്, ആ കാശ് ഉപയോഗിച്ച് ഞാൻ തയ്യാറാക്കിയതാ ഈ ഡോക്യുമെന്റ്സ്. എന്തിനാണ് ആ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്തതെന്നാൽ, ശിവനേശന്റെ കടയിൽ പണ്ട് മുതൽക്കേ സ്കൂൾ കുട്ടികൾക്ക് ഇഡലി ഫ്രീയാ. ശിവനേശന്റെ കടയിൽ നിന്നും ഇഡലി കഴിച്ചുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർ എന്നും സ്കൂളിലേക്ക് പോകുന്നതും. അതിന്റെ നന്ദിയാണ് ഇപ്പോൾ ആ പോലീസ് ഓഫീസർ കാണിച്ചിരിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് മാരിക്ക് മുരുകനോട് വല്ലാത്ത ദേഷ്യം. അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മാരിയുടെ കടയ്ക്ക് മുന്നിലാണല്ലോ മുരുകന്റെ കട. മാരിയുടെ കടയിലേക്ക് ആരും വരാതെ മുരുകന്റെ കടയിലേക്ക് എല്ലാരും പോകുന്നത് കാരണം മാരിയുടെ കച്ചവടവും കുറഞ്ഞു.
മാത്രവുമല്ല മാരിക്ക് ക്രഷുള്ള പെൺകുട്ടിയായ കയലിനോടാണല്ലോ മുരുകന് പ്രണയവും. 2 കാരണങ്ങൾ കൊണ്ടും ദേഷ്യം വന്ന മാരിയാണെങ്കിലോ കുടിച്ച് വീലായി മുരുകന്റെ അടുത്തേക്ക് ചെല്ലും. അന്നേരം മുരുകൻ വീട്ടിലില്ലായിരുന്നു. മുരുകന്റെ വീട്ടില് ഒരു ചെറിയ പശുക്കുട്ടിയുണ്ട്. ആ പശുക്കുട്ടിയാണ് അന്ന് മുരുകനെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയതും. ആ സമയം മുരുകൻ കണ്ട സ്വപ്നം അവന്റെ അച്ഛനെ ആയിരുന്നല്ലോ. അന്നു മുതൽ തന്നെ ആ പശുക്കുട്ടിയെ തന്റെ അച്ഛനായിട്ടാണ് മുരുകൻ കരുതുന്നതും. ആ പശുക്കുട്ടിയെ തന്നെ മാരി കൊല്ലുവാനായി നോക്കുന്ന സമയത്തായിരുന്നു മുരുകൻ അവിടേക്ക് വന്നതും. വായില്ലാ ജീവനെ നീ കൊല്ലാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞിട്ടാണ് മാരിയെ മുരുകൻ തല്ലുന്നതും. അവിടെ വെച്ച് വലിയ ഫൈറ്റ് തന്നെ നടക്കും. അവസാനം മാരിയെ മുരുകൻ കൊല്ലുമെന്നായി. എന്നാൽ മറ്റൊരു വശത്ത് മുരുകൻ കടയിലില്ലാത്ത തക്കം നോക്കി അശ്വിൻ കടയിലേക്ക് വന്ന് ആ കട അവൻ കത്തിച്ചു കളയും. ആ ഒരു വിവരമാണെങ്കിൽ അസിസ്റ്റന്റ് വഴി മുരുകൻ അറിയുകയാണ്. മുരുകൻ അന്നേരം മാരിയെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വിവരം അസിസ്റ്റന്റ് വഴി മുരുകൻ അറിയുന്നതും. മുരുകൻ ഉടനെ തന്നെ കടയിലേക്കെത്തും. അപ്പോഴേക്കും കട മുഴുവൻ കത്തിത്തീർന്നിരുന്നു. ജീവൻ പോകുന്ന വേദനയോടുകൂടിയാണ് ആ ഒരു കാഴ്ച മുരുകൻ കണ്ടുകൊണ്ട് നിൽക്കുന്നതും. അതൊന്നും കണ്ടിട്ട് അസിസ്റ്റന്റിന് സഹിച്ചില്ല. അസിസ്റ്റന്റ് ഉടനെ തന്നെ മീരയെ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തിനാ ഈ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റ് മീരയോട് തുറന്നു പറയും. മീരയ്ക്കും അത് കേട്ടിട്ട് സഹിക്കാനായില്ല. ഉടനെ തന്നെ തന്റെ അച്ഛനും ചേട്ടനും അടുത്തേക്ക് എത്തിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാ മുരുകന്റെ കട കത്തിച്ചത്, അതൊക്കെ വലിയ പാവമല്ലേ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നതും. അപ്പോഴാണ് വിഷ്ണുവർദ്ധനും മുരുകന്റെ കട കത്തിയ കാര്യം അറിയുന്നത്. അതിനു പിന്നിൽ അശ്വിനാണെന്നുള്ള കാര്യം വിഷ്ണുവർദ്ധനും മനസ്സിലായി. എന്നാൽ അശ്വിൻ പറയുന്നത് അതേടി, ഞാൻ തന്നെ അവന്റെ കട കത്തിച്ചത്, എല്ലാം നിനക്ക് വേണ്ടിയിട്ടാ, നിന്നെ അവൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്നാൽ അത് കേട്ട് മീര ചോദിക്കുന്നത് എല്ലാം എനിക്ക് വേണ്ടിയിട്ടെന്നോ? എനിക്ക് വേണ്ടിയിട്ടല്ല നീ ഇതെല്ലാം ചെയ്തത്, നിന്റെ ഈഗോ കാരണമാ നീ അങ്ങനെ ചെയ്തത്. ഒരടിയെങ്കിലും അവൻ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും ചെയ്തു കൂട്ടുന്നത്. അത്രയും സമാധാനത്തോടു കൂടി അവൻ അങ്ങനെ നിൽക്കണമെങ്കിൽ അതും അവന്റെ ഒരു കഴിവ് തന്നെയാ. നീയാണെങ്കിലോ ഈഗോ പിടിച്ച് നടക്കുന്നു, പക്ഷെ അവനാണെങ്കിലോ എല്ലാം സമാധാനത്തോടുകൂടി നേരിടുന്നു. അവിടെ തന്നെ അവൻ ജയിച്ചു, നീ തോറ്റു എന്നുള്ള കാര്യമാണ് മീര പറയുന്നതും. മീര പറയുന്നത് കേട്ട് ദേഷ്യം വന്ന അശ്വിൻ മീരയെ തല്ലുവാനായിട്ട് പോകുന്നതും വിഷ്ണുവർദ്ധനാണെങ്കിലോ നേരെ വന്ന് അശ്വിൻ ഒരെണ്ണം കൊടുക്കുന്നു. ഇത്രയും നാളും അശ്വിനെ അച്ഛൻ തല്ലിയിട്ടേയില്ല, ആദ്യമായിട്ടാണ് അവനെ തല്ലിയിരിക്കുന്നതും. ഇതാദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കട കൺമുന്നിൽ കത്തിയെരിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മുരുകൻ. മുരുകനടുത്തേക്ക് വരുന്ന കയൽ ഒരു അരിവാൾ കൊടുത്തിട്ട് ഇതിന് കാരണക്കാരായവരെ പോയി വെട്ടിക്കൊന്നിട്ട് വരുവാനായിട്ടാണ് പറയുന്നത്. എന്നാൽ മുരുകനാണെങ്കിലോ ആ അരിവാൾ തറയിലിട്ടിട്ട് പറയുന്നത് എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ഇത് വെറും സിമന്റും കല്ലും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, നമുക്ക് വീണ്ടും ഇത് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ, അതിലും വലിയ പ്രശ്നമുണ്ടാക്കിയാൽ അത് ശരിയല്ലല്ലോ എന്നാണ് മുരുകൻ പറയുന്നതും. അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ അഹിംസ വഴിയാണ് അവൻ മുന്നോട്ട് പോകുവാനായി തീരുമാനിച്ചതും. എങ്ങനെയാണോ അവന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഈ ഒരു ഇഡലിക്കട രൂപപ്പെടുത്തിയെടുത്തത്, അതുപോലെ തന്നെ കയ്യിലും മുരുകനും ചേർന്ന് കഷ്ടപ്പെട്ട് വീണ്ടും കട പഴയതുപോലെ ആക്കിയെടുക്കുകയാണ്. അങ്ങനെ കട റീഓപ്പൺ ചെയ്യുന്ന ദിവസമെത്തി. എല്ലാ ആൾക്കാരും സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതേ സമയത്തായിരുന്നു കടയുടെ മുന്നിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്നതും. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവർദ്ധനും ഫാമിലിയുമായിരുന്നു. അശ്വിനെ കൊണ്ട് മുരുകനോട് മാപ്പ് പറയിക്കുവാനാണ് എത്തിയിരിക്കുന്നതും. അശ്വിനോട് മാപ്പ് പറയുവാനായി പറയുമ്പോഴും അവന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് നീ മാപ്പ് പറഞ്ഞുവെന്ന് വിഷ്ണുവർദ്ധൻ വിരട്ടുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് അശ്വിനാണെങ്കിൽ മുരുകനോട് മാപ്പ് പറയുന്നതും. എന്തായാലും ഇതുവരെ വന്നതല്ലേ, അകത്തേക്ക് വാ, ഇഡലി കഴിച്ചിട്ട് പോകാമെന്നും മുരുകൻ അവരെ ക്ഷണിക്കും. അങ്ങനെ വിഷ്ണുവർദ്ധനും മീരയും അശ്വിനും കൂടി അകത്തേക്ക് കയറി ചെല്ലും. അവർക്ക് ഇഡലി വിളമ്പി കൊടുക്കുകയാണ്. അതേസമയം തന്നെ മീരയാണെങ്കിൽ മുരുകനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ചേട്ടൻ നിങ്ങളോട് ഇത്രയും ചെയ്തില്ലേ, ഒരടിയെങ്കിലും അടിച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ മുരുകനാണെങ്കിലോ അതെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ഇവന് കൊടുക്കണമെന്നും മീര പറയും. അത് കേട്ട് അസിസ്റ്റന്റും അവിടെ ഉണ്ടായിരുന്ന വിഷ്ണുവർദ്ധനും ബാക്കിയുള്ളവരും ശരിയാ, അവൻ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണമെന്നും മുരുകനോട് പറയുന്നു. അങ്ങനെ മുരുകനാണെങ്കിൽ അശ്വിന് പണിഷ്മെന്റ് കൊടുക്കുവാനായും തീരുമാനിക്കും. അശ്വിന് കൊടുത്ത പണിഷ്മെന്റ് എന്താണെന്നോ, അവിടെ അരിയാട്ടുക അത് തന്നെയാണ്. ആ ഒരു ജിം ബോഡിക്കാരനെ കൊണ്ട് കല്ലിൽ അരിയാട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നതും. അശ്വിനാണെങ്കിലോ കുറെ നേരം കഴിഞ്ഞതും ശരീരം വേദനിക്കുന്നു, കൈയും കാലും ഒക്കെ വേദനിക്കുന്നു, നന്നായിട്ട് വിയർക്കുന്നു. അശ്വിൻ മുരുകനോട് ചോദിക്കും, ഇതിനേക്കാൾ നല്ലത് നീ എന്നെ തല്ലുന്നതാ, എനിക്കിതൊന്നും സഹിക്കാൻ വയ്യേ എന്ന് പറയുമ്പോൾ നീ ഇത് തന്നെ ചെയ്യണം, ഈ അരി മുഴുവൻ ഇവിടെ നിന്ന് ആട്ടിയിട്ടേ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയൂ എന്നാണ് മുരുകൻ പറയുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.